ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിതാ ഇവിടെ ചക്കക്കുരൊക്കെ തോലൊളിച്ച് കഴുകി ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഒരു നുള്ള് എന്താ പറയുക മുളകും പൊടി അങ്ങോട്ട് ഇട്ടുകൊണ്ട് അടുപ്പത്ത് വെക്കാൻ പോവുക. ഇതെല്ലാം വേവട്ടെ, ബാക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞാൻ മുരിങ്ങക്കായ്കളെല്ലാം മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളക്, കരിവേപ്പില, തക്കാളി ഇതെല്ലാം ഇട്ടുകൊണ്ട് മറ്റേ നമ്മൾ വേവിച്ച് വെച്ച ചക്കക്കുരിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഓക്കേ, ഇതട്ടോ ഞാൻ തക്കാളി, പച്ചമുളക്, കരിവേപ്പില, മഞ്ഞൾ, ഉപ്പും പൊടി ഇട്ടുകൊണ്ട് നല്ല ചൂട് വെള്ളമാണിത്. ഇത് വെച്ചുകൊണ്ട് അടുപ്പത്തേക്ക് വെച്ചിട്ട് വേവിക്കട്ടെ. എന്നതിൻ്റെ ശേഷം നമുക്ക് ചക്കക്കുരിയിൽ ചെരിഞ്ഞ് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് മക്കളെ ഞാൻ ഒരു മുറി തേങ്ങ ആണ് എടുത്തിട്ടുള്ളത്. ഒരു മുറി തേങ്ങയും മറ്റേ കുറച്ച് എന്താ പറയുക മഞ്ഞൾപ്പൊടി ഇട്ടിക്കുന്നു. എന്നതിൻ്റെ ശേഷം നമുക്കിതൊന്ന് ആട്ടിയെടുത്തിട്ട് കറിയിൽ ഒഴിച്ച് കൊടുക്കണേ. അങ്ങനെ ഇതാട്ടോ തേങ്ങ ആട്ടിയിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇനി നമുക്ക് അതിലേക്ക് ലേശം ചെറിയ ഉള്ളി തൊലിച്ചിട്ടുണ്ട്. അതും കൂട്ട് ആട്ടിയാൽ അതിൻ്റെ പണി കഴിഞ്ഞു. നമ്മളെ മുരിങ്ങക്കായ്, തക്കാളി എല്ലാം വെന്തിട്ടുണ്ട്. നമ്മളെ ചക്കക്കുരു ഇതൊക്കെ വെന്ത് റെഡി ആയതാണ്. ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ചക്കക്കുരു ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് അത് ഒന്നും കൂടെ ഒന്ന് അമർന്ന് വെന്തതിൻ്റെ ശേഷം നമുക്ക് തേങ്ങ ഒഴിച്ചാൽ മതി. നല്ലോണം ഒന്ന് വേവട്ടെ. ചക്കക്കുരുവിൻ്റെ പുറത്തുള്ള തോലൊന്നും പോക്കരുത് കേട്ടോ. പുറത്തുള്ള തോലാണോ അല്ലേ നമുക്ക് ശരീരത്തിന് എന്തിനൊക്കെ ആവശ്യമാണോ അല്ലേ, ക്യാൻസർ വരെ നല്ലതാ ചക്കക്കുരു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ തോലടക്കോ പണ്ടൊക്കെ എല്ലാവരും ഞാനും തോലൊക്കെ അതിൻ്റെ ചുവപ്പ് തോല് പോക്കിയിട്ട് ഇനി വെക്കൽ. ചുവപ്പ് തോല് ആരും പോക്കണ്ട കേട്ടോ. നല്ല അടിപൊളി സാധനമാണ് ചക്കക്കുരു, ചക്കക്കുരിൻ്റെ പുറമെയുള്ള തോലും. ഇപ്പം ഇൻഷാ അല്ലാ നല്ലോണം വേവട്ടെ. കറി നല്ലോണം തിളയ്ക്കുന്നുണ്ട്. ഒരു കരിവേപ്പിൻ്റെ ഇട്ട് കൊടുത്ത് നമുക്ക് ആട്ടിയ തേങ്ങയും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. നല്ലോണം ഒന്ന് വെള്ളമൊന്നും ആക്കിയിട്ടില്ല, നല്ല കുറുങ്ങനുണ്ട്. തേങ്ങ ഒന്ന് തിളക്കട്ടെ. ഉപ്പൊക്കെ പാകത്തിനുണ്ട് കേട്ടോ. അതിനൊന്ന് തിളക്കട്ടെ. ഇതട്ടോ തേങ്ങാക്കറി നല്ലോണം തെളിച്ച് വെന്തിട്ടുണ്ട്. തേങ്ങൻ്റെ പതിയും നൊരിയൊക്കെ പോയി അടിപൊളി കറി, നല്ല കുറുങ്ങനുള്ള കറിയാണ്. നമുക്കത് തീ ഓഫാക്കി തിള നിന്നു. ഇനി ഇത് വെക്കണേ ചക്ക ഉപ്പേരി വെച്ചതാട്ടോ. അത് ചക്ക ഉപ്പേരിയാണിത്. ഇതാണ് നമുക്ക് ഉച്ചക്കലേക്കുള്ള ഉപ്പേരി. ഇറക്കട്ടെ. ഇനി ഇതൊക്കെ ഇത് കടുമാങ്ങ വെച്ചതാണ്. ചക്കരയും കുറച്ച് ചക്കര ഇട്ടിക്കണ ഒരു മധുരം ഉണ്ടാവുമല്ലോ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉച്ചക്കലത്തേക്കുള്ള വിഭവങ്ങളാണ് നമ്മളെ. പിന്നെ ഇറച്ചി മുളക് അരട്ടി വെച്ചതേനു, അത് പൊരിക്കണം. പിന്നെ മീനില്ല, പച്ചക്കറി, ഇറച്ചി പൊരിച്ചത്, കടുമാങ്ങ, ചക്കപ്പേരി. വിശേഷമായിപ്പോയില്ലേ. അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പൊരിച്ചേ പിന്നെ കാണിക്കണ്ടല്ലോ.